നമ്മളപ്പോൾ മാങ്ങയൊക്കെ അരിഞ്ഞ് നല്ല വൃത്തിയായിട്ട് ഇവിടെ കഴുകി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് പാകത്തിന് ഉപ്പ് നമ്മൾ ആഡ് ചെയ്യാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാവരും നമുക്കൊരു ഏകദേശ കണക്കുണ്ടാവുമല്ലോ. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൂട്ടി തിരുമ്മി വയ്ക്കുകയാണ്. ആഡ് ചെയ്ത് കൂട്ടി തിരുമ്മി വയ്ക്കണം. ഉപ്പ് തിരുമ്പി വെച്ചു. അതിനുശേഷം നമ്മളിത് നല്ല എണ്ണയിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 10 പച്ചമുളക്, കുറച്ച് വേപ്പില, കുറച്ച് ഇഞ്ചി കുരുകുരുന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്ക് നല്ലെണ്ണയിൽ വഴറ്റിയെടുക്കണം. നമ്മളൊരു കുറച്ച് ഉലുവ ഇപ്പോൾ ചൂടാക്കാനായിട്ട് ഇടുന്നുണ്ട്. വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒരു ടീസ്പൂൺ കടുക് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഇല്ല, ഒരു 3/4 ടീസ്പൂൺ. കാരണം ഒരു 10 മാങ്ങയാണ് നമ്മൾ അച്ചാറിടാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഒന്ന് കടുകൊക്കെ ഒന്ന് പൊട്ടിയിട്ട് ഈ കുറച്ച് ഇട്ടേക്കുന്ന കരിഞ്ഞു മാവ് ഇതെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊക്കെ വാങ്ങി ഒന്ന് ചൂടാറാനായിട്ട് വയ്ക്കാം. നമ്മൾ നല്ലെണ്ണയാണ് ഇതിനകത്ത് ഒഴിക്കുന്നത്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളതിനകത്തേക്ക് വെളുത്തുള്ളി അടിയിട്ട് അതിന് ശേഷം പച്ചമുളക്, ഇഞ്ചി, ഇതൊപ്പം തന്നെ നമുക്ക് കറിവേപ്പില ഇടാണ്. ഇതിനകത്തേക്ക് വെള്ളത്തിൻ്റെ അംശം എല്ലാത്തിൻ്റെയും പോകണം. നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ കരകരാന്ന് കേൾക്കണം. അതുപോലെയാണോ? അല്ലെങ്കിൽ അതുപോലെ വഴന്നില്ലെങ്കിൽ വെള്ളാംശം പോയിട്ടില്ല ഉണ്ടാവില്ല. ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ പോയിട്ടുണ്ട്. നമുക്കതിനകത്ത് ഈ കാശ്മീരി മുളക് പൊടി ഒരു 2 ടീസ്പൂൺ 2.5 ടീസ്പൂൺ ഇടുന്നുണ്ട് ഞാൻ. രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടു. നല്ല എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഉലുവയും കടുകും കൂടി ക്രഷ് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. നിങ്ങളിപ്പോൾ എന്തോരം മാങ്ങ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പൊടി ചേർക്കണം. ഞാനിപ്പോൾ 10 മാങ്ങയാണ് എടുത്തേക്കുന്നത്. ഒരുവിധം നല്ല മൂത്ത മാങ്ങ 10 എടുത്തേക്കുന്നത്. നമ്മൾ മാങ്ങയിൽ ഉപ്പിട്ടുണ്ട്. ഈ ഗ്രേവിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്.
ആവശ്യത്തിലേക്ക് വിനാഗിരിയാണ് വിനീഗറാണ് എല്ലാവരും ഒഴിക്കുന്നത്. ഞാൻ കുറച്ച് ചൊറുക്ക് ഒഴിച്ച് കൊടുക്കുന്നു. കടയിൽ നിന്ന് കിട്ടുന്ന വിനാഗിരി വിനീഗറാണ് എല്ലാവരും ഒഴിച്ചിടുന്നത്. നമുക്ക് നാടൻ ചുരുക്ക ഇരിക്കുന്നുണ്ടായിരുന്നു, അത് ആവശ്യത്തിന് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ചാറ് എന്തോരം വേണമെന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ച് ചുരുക്ക ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ വെള്ളമൊക്കെ ഇതിൻ്റെ എണ്ണ മുകളിൽ പൊങ്ങി വന്ന പരുവാണ് ഇതിൻ്റെ പരുവം. ഇങ്ങനെ എണ്ണ മുകളിലേക്ക് തെളിഞ്ഞ് നിൽക്കണം. അപ്പോൾ അതാണ് ഇതിൻ്റെ പാകത്തിനാവുള്ളൂ. അച്ചാറിൻ്റെ പാകത്തിന് ആയി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മാങ്ങയിടാം. മാങ്ങയിൽ ഉപ്പും ഇട്ട് തിരുമ്മി വെച്ചേർന്ന കാരണം മാങ്ങയിൽ വെള്ളം ചെറുതായിട്ടുണ്ട്. ഉപ്പിൻ്റെ വെള്ളമാണ്. അതും കൂടി ഇട്ട് ഞങ്ങൾ കടുക് പൊട്ടിക്കുന്ന വെച്ച് കൂടുതൽ കടുക് ഇട്ടോ. ഇവിടെ കടുക് കടിക്കുന്ന പിള്ളേർക്ക് ഇഷ്ടമല്ല, കാരണം ഞാൻ അവിടെ ഇവിടെ ഇട്ട് ഓരോന്ന് കാണുന്നത്. കടുക് കുറച്ചായിട്ടേക്കണം. നമ്മളിങ്ങനെ മാങ്ങാച്ചാറ് റെഡിയായിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പം നമ്മളിങ്ങനെ തീ പതുക്കെ കുറച്ചിട്ടേക്കാറുണ്ട്. ഇനി ആവി കൊണ്ടിട്ട് ആ മാങ്ങ ഉപ്പും മുളകൊക്കെ അതിനകത്തേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പതുക്കെ ഒന്ന് ആവി കയറ്റിയിട്ടുണ്ട്. അതിന് ശേഷം തീ ഓഫ് ചെയ്യാണ്. അല്ല, നമ്മുടെ സ്വാദിഷ്ടമായ മാങ്ങാച്ചാറ് റെഡിയായിട്ടുണ്ട്. നമ്മളതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കണം. നല്ല പുളിയുള്ള മാങ്ങയാണ്. നല്ല അടിപൊളി മാങ്ങാച്ചാറ് റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.